എല്ലാവർക്കും നമസ്കാരം. ജാസി ജേണീസ് ഫുഡ് ആൻഡ് ടെക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മുടെ കൊല്ലം വ്ളോഗ്സിൻ്റെ രണ്ടാം ഭാഗമാണ് കേട്ടോ. കൊല്ലം നാടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങ് കിഴക്കരികിൽ പശ്ചിമഘട്ടമാണെങ്കിൽ ഇങ്ങ് പടിഞ്ഞാറരികിൽ അറബിക്കടലുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് കൊല്ലം. അതുകൊണ്ടൊക്കെ തന്നെ അതിമനോഹരമായ കടൽ തീരങ്ങൾ ധാരാളമായുള്ള പ്രദേശം കൂടിയാണ് കൊല്ലം ജില്ല. അങ്ങനെ ഒരു ബീച്ചിലേക്ക് നമ്മൾക്കിപ്പോൾ ഒന്ന് പോയാലോ? എന്നാൽ നമുക്ക് കൊല്ലം ബീച്ചിലേക്ക് പോകാം. മഹാത്മാഗാന്ധി ബീച്ച് എന്നുകൂടി വിളിപ്പേരുള്ള കൊല്ലം ബീച്ച് കൊല്ലം ടൗണിൽ നിന്ന് വെറും 1.5 കിലോമീറ്റർ അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടേക്കുള്ള റൂട്ട് കണ്ടീഷൻസ് എല്ലാം തന്നെ വളരെ മികച്ചതാണ്. മാത്രമല്ല പ്രൈവറ്റ് ബസ് സർവീസും അവൈലബിൾ ആണ്. അതിമനോഹരമായ ബീച്ചാണ് കേട്ടോ കൊല്ലം ബീച്ച്. കേരളത്തിലെ തന്നെ ആദ്യത്തെ ബീച്ച് വെഡിങ് ഡെസ്റ്റിനേഷൻ കൊല്ലം ബീച്ചായിരുന്നു. അപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ എത്രമാത്രം മനോഹരമായിരിക്കും കൊല്ലം ബീച്ച്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കൊല്ലം ബീച്ച് അതിവിശാലമായ ഒരു ബീച്ച് തന്നെയാണ്. കൊല്ലം ബീച്ചിനോട് ചേർന്നുള്ള മഹാത്മാഗാന്ധി ചിൽഡ്രൻസ് പാർക്കാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ കൊല്ലം ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തിരുമുല്ലവാരം ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. ഈ രണ്ട് ബീച്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. കൊല്ലം ബീച്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബീച്ച് കണ്ട് എൻജോയ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവർ നിർബന്ധമായും കണ്ടിരിക്കേണ്ടതാണ് കൊല്ലം ബീച്ച്. അത്രയ്ക്ക് അതിമനോഹരമായ ബീച്ചാണ് കേട്ടോ കൊല്ലം ബീച്ച്. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ബീച്ചിൽ കടലിലേക്കുള്ള സ്ലോപ്പ് ഗ്രാജുവലായിട്ടുള്ള സ്ലോപ്പല്ല, മറിച്ച് കുത്തനെയുള്ള ഇറക്കമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇന്നയിടത്ത് ഇത്ര താഴ്ച ഉണ്ടാകും എന്ന് നേരത്തെ മനസ്സിലാക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ കൊല്ലം ബീച്ചിനോട് ചേർന്നുള്ള അമ്യൂണിറ്റീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൊല്ലം ബീച്ചിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട മഹാത്മാഗാന്ധി ചിൽഡ്രൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ പാർക്കിൽ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യത്തക്ക രീതിയിൽ ധാരാളം ഗെയിംസും ഫെസിലിറ്റീസും ആക്ടിവിറ്റീസും അവൈലബിൾ ആണ്. ബോട്ടിംഗ് ഫെസിലിറ്റി സഹിതമുണ്ട് കേട്ടോ. ഈവൻ സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റീസും അവിടെ അവൈലബിൾ ആണ്. അതുമാത്രമല്ല കൊല്ലം ബീച്ച് ഏരിയയോട് ചേർന്ന് തന്നെ, അതായത് ഉദ്ദേശം ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിൽ അത്യാവശ്യം ഹോട്ടലുകളും ബേക്കറികളും ഈട്ടറി ഷോപ്സും അവൈലബിൾ ആണ്. അതുകൊണ്ടൊക്കെ തന്നെ വളരെ ജനത്തിരക്കേറിയ ബീച്ചുകളിലൊന്നാണ് കേട്ടോ കൊല്ലം ബീച്ച്. അവധി ദിവസങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആയിരങ്ങളാണ് ഈ പറയുന്ന സൂര്യാസ്തമയം കാണാനായിട്ട് കൊല്ലം ബീച്ചിൽ എത്താറുള്ളത്. ഇനിയിപ്പോൾ തിരുമുല്ലാവരം ബീച്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബീച്ച് അറിഞ്ഞ് അനുഭവിച്ച് ആസ്വദിക്കാനായിട്ട് ആഗ്രഹമുള്ളവർ നിർബന്ധമായും കണ്ടിരിക്കേണ്ടതാണ് തിരുമുല്ലാവാരം ബീച്ച്. തിരുമുല്ലാവാരം ബീച്ചിൻ്റെ പ്രത്യേകത എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആഴം പൊതുവെ കുറവാണ്. മാത്രമല്ല കടലിലേക്കുള്ള സ്ലോപ്പ് വളരെ ഗ്രാജുവലായിട്ടുള്ള സ്ലോപ്പാണ്. കുത്തനെയുള്ള ഇറക്കങ്ങളൊന്നും തന്നെ ആ മേഖലയിലില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഒരു 10-15 മീറ്റർ നമ്മൾ ഉള്ളിലോട്ട് ഇറങ്ങിയാൽ പോലും നമ്മുടെ അരപ്പൊക്കത്തിൽ മാത്രമേ വെള്ളം കാണുകയുള്ളൂ. ഇതൊക്കെ കൊണ്ട് തന്നെ ബീച്ച് അറിഞ്ഞ് അനുഭവിച്ച് ആസ്വദിക്കാനായിട്ട് തിരുമുല്ലാവാരം ബീച്ചാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞ 2 ബീച്ചുകളും നിങ്ങൾ നിർബന്ധമായും കാണണം കേട്ടോ. ഒരു ദിവസത്തേക്കാണ് നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു 3 മണി കണക്കാക്കിയിട്ട് തിരുമുല്ലാവാരം ബീച്ചിലെത്തുക. വൈകുന്നേരം 5:30 വരെ തിരുമുല്ലാവാരം ബീച്ച് നന്നായി എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം അവിടുന്ന് കഷ്ടിച്ച് 5 കിലോമീറ്റർ അകലെയുള്ള കൊല്ലം ബീച്ചിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. കൊല്ലം ബീച്ചിൽ നിന്ന് സൂര്യാസ്തമയവും ആസ്വദിച്ച് സമീപത്തുള്ള ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ആഹാരവും കഴിച്ച്
മനോഹരമായ ഒരു സായാഹ്നം അതിമനോഹരമായി ആസ്വദിച്ചു എന്ന പൂർണ്ണ തൃപ്തിയോടുകൂടി നിങ്ങൾക്ക് വീട്ടിലേക്ക് മടങ്ങാൻ കഴിയും. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം പോർട്ടിലേക്കാണ്. വലിപ്പത്തിൽ കേരളത്തിലെ രണ്ടാമത്തെ വലിയ പോർട്ടാണ് കൊല്ലം പോർട്ട്. ആദ്യത്തേത് കൊച്ചിൻ പോർട്ടാണ് കേട്ടോ. വിഴിഞ്ഞം പോർട്ട് ഇതുവരെ കമ്മീഷൻ ചെയ്തിട്ടില്ല. കൊല്ലം പോർട്ടിനോട് ചേർന്ന് തന്നെയാണ് വാടി ഫിഷിംഗ് ഹാർബർ സ്ഥിതി ചെയ്യുന്നത്. ഈ രണ്ട് കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയാലോ? ഇനി നമ്മൾ പോകുന്നത് കൊല്ലത്തെ ആശ്രാമം മൈതാനത്തേക്കാണ്. കൊല്ലം ടൗണിൽ നിന്ന് കേവലം 1 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഈ മൈതാനത്താണ് കൊല്ലത്തെ പ്രധാന കലാ കായിക സാംസ്കാരിക പ്രോഗ്രാംസ് നടത്താറുള്ളത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മൈതാനമായ ഈ ആശ്രാമം മൈതാനത്തിന്റെ വിസ്തൃതി ഏതാണ്ട് 72 ഏക്കറാണ്. ഏതാണ്ട് 2 കിലോമീറ്ററിന്മേൽ ചുറ്റളവുള്ള ഈ മൈതാനത്തിന്റെ 4 ചുറ്റും തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് അതിന്റെ മധ്യത്തൂടെ നടപ്പാത ക്രമീകരിച്ചിട്ടുള്ളതുമാണ്. ഇന്നത്തെ യാത്ര മതിയാക്കി ഞാനിനി വീട്ടിലേക്ക് മടങ്ങട്ടെ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻസിന് വേണ്ടി നിങ്ങളുടെ സ്ക്രീനിലുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. കൊല്ലത്തെ മറ്റ് കാഴ്ചകൾ ഈ ചാനലിലെ കൊല്ലം വ്ലോഗ്സിൻ്റെ അടുത്ത എപ്പിസോഡിൽ തുടരുന്നതാണ്. അപ്പോൾ ഇനിയും കാണാം കേട്ടോ. ബൈ.